നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവം 18-ന് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തും. നിയന്ത്രണങ്ങൾ പാലിച്ച് ലളിതമായ ചടങ്ങുകൾ മാത്രം. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ദ്രുതഗതിയിൽ വാർത്താ വിതരണം നടത്തേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്ന് മാധ്യമ നിരീക്ഷകനും മുൻ എംപിയുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. വിശ്വാസ്യത, കൃത്യത എന്നിവ ഉറപ്പുവരുത്തുവാൻ മാധ്യമപ്രവർത്തകർ ജാഗ്രത പുലർത്തണമെന്നും അഭിപ്രായം. അഴിമതികളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനുള്ള ഗൂഢശ്രമമാണ് LDFും UDFും നടത്തുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ. സരിത കേസും സ്വപ്ന കള്ളക്കടത്ത് കേസും മറച്ചുവെക്കാനുള്ള പരിശ്രമത്തിലാണ് ഇരു മുന്നണികളെന്നും ജോർജ് കുര്യൻ. ജില്ലയിൽ 338 പേർക്ക് കോവിഡ്, 334 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം, 12,253 പേർ ക്വാറന്റൈൻ. വാർത്തകൾ വിശദമായി. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ കുംഭഭരണി മഹോത്സവം 18-ന് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തും. കുംഭഭരണി ദിനം ക്ഷേത്രം പൂർണ്ണമായും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നടത്തുന്നതിന് 13 കരകൾ തീരുമാനിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകളുടെ സമർപ്പണം ഒഴിവാക്കി പകരം തന്ത്രനിശ്ചയത്തിന് വിധേയമായി കരകളുടെ തിരുമുൽക്കാഴ്ച സമർപ്പണം ഉണ്ടാകും. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം 18-ന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുവാൻ തീരുമാനമായി. 13 കരകളും ചേർന്ന് ക്ഷേത്ര ചടങ്ങുകൾ മാത്രം നടത്തുവാനാണ് തീരുമാനമായിരിക്കുന്നത്. കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ ഒഴിവാക്കിയിട്ടുള്ളതായും രാത്രിയിൽ കഥകളി, വേലകളി തുടങ്ങിയ ക്ഷേത്ര ആചാര ചടങ്ങുകൾ നടത്തുന്നതിനായും തീരുമാനിച്ചുവെന്ന് ഹിന്ദുമത കൺവെൻഷൻ ഭാരവാഹികൾ ചെട്ടികുളങ്ങരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹിന്ദുമത കൺവെൻഷൻ പ്രസിഡന്റ് MK രാജീവ്, സെക്രട്ടറി M മനോജ് കുമാർ, PK രജികുമാർ, N രാധാകൃഷ്ണ പണിക്കർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, ചെട്ടികുളങ്ങര. PSC പിൻവാതിൽ നിയമനങ്ങളിൽ അനർഹരായ സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന പിണറായി സർക്കാരിന്റെ നയത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കായംകുളത്ത് പ്രകടനം നടത്തി. നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. PSC പിൻവാതിൽ നിയമനങ്ങളിൽ അനർഹരായ സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി M നൌഫൽ, ജില്ലാ സെക്രട്ടറിമാരായ അസിം നാസർ, ശംഭു പ്രസാദ്, ലുക്കുമാൻ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ലിബിൻ ജോൺ, മുഹമ്മദ് സാജിദ്, അജീഷ്, N അഖിൽദേവ്, ഗോകുൽ, അറാഫത്ത്, PK അഷ്കർ, മണ്ഡലം പ്രസിഡന്റുമാരായ അഫ്സൽ പ്ലാമൂട്ടിൽ, ആദർശ് മഠത്തിൽ, ഹാരിസ്, ടിജിൻ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം. കേരള മീഡിയ അക്കാദമിയും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായി കേബിൾ TV രംഗത്തെ വാർത്താ വിഭാഗവുമായി ബന്ധപ്പെട്ടവർക്കായി കൊല്ലത്ത് ശില്പശാല നടത്തി. മൊബൈൽ ജേർണലിസം എന്ന വിഷയത്തിൽ നടത്തിയ ശില്പശാല മാധ്യമ നിരീക്ഷകനും മുൻ MPയുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സങ്കേതങ്ങളും ആധുനിക സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ദ്രുതഗതിയിൽ വാർത്താ വിതരണം നടത്തേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെങ്കിലും വിശ്വാസ്യത, കൃത്യത എന്നിവ ഉറപ്പുവരുത്തുവാൻ മാധ്യമപ്രവർത്തകർ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള മീഡിയ അക്കാദമി, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നിവ സംയുക്തമായി കേബിൾ TV രംഗത്തെ വാർത്താ വിഭാഗവുമായി ബന്ധപ്പെട്ടവർക്കായി കൊല്ലത്ത് ശില്പശാല സംഘടിപ്പിച്ചു. മൊബൈൽ ജേർണലിസം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ ശില്പശാല മാധ്യമ നിരീക്ഷകനും മുൻ MPയുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. ഇംഗ്ലീഷുകാരാണ് നെപ്പോളിയനെ പരാജയപ്പെടുത്തി തടവിലാക്കി എൽബയിൽ പാർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ 2 മാസം കഴിഞ്ഞാണ് നെപ്പോളിയന്റെ മരണവാർത്ത ഇംഗ്ലണ്ടിൽ എത്തിയത്. ഇപ്പോൾ എല്ലാം ഇൻസ്റ്റന്റായി സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. 1-ാം ലോകമഹായുദ്ധം അവസാനിച്ച് കുറേ ആഴ്ചകൾ കൂടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധം നടന്നുകൊണ്ടിരുന്നു. കാരണം യുദ്ധം അവസാനിച്ചു, ഒത്തുതീർപ്പായി എന്ന വിവരം അവിടെ എത്തിയില്ല. ഒരു റെഡീമർ ബോട്ടപകടത്തിൽ കുമാരനാശാൻ മരിച്ചു. കുമാരനാശാൻ മാത്രമല്ല, കുറേ അധികം പേർ മരിച്ചു. കുമാരനാശാൻ അന്ന് അറിയപ്പെടുന്ന അംഗീകാരം നേടിക്കഴിഞ്ഞ മഹാകവിയാണ്. അത് SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയാണ്, ഒരു വ്യവസായി കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ഈ ബോട്ട് അപകടത്തിലുള്ള മരണം അതിൻ്റെ വാർത്താ പ്രാധാന്യം കൂടുന്നു. ആലപ്പുഴയിൽ നിന്ന് കോഴിക്കോട്ട് എത്തി മാതൃഭൂമി പത്രത്തിൽ അച്ചടിച്ചു വന്നത്
മരണം കഴിഞ്ഞ 6ാമത്തെ ദിവസമാണ്. പരമ്പരാഗത മാധ്യമ സങ്കേതങ്ങളെയും സോഷ്യൽ മീഡിയയുടെയും സാധ്യതകൾക്കപ്പുറം കടന്ന് മൊബൈൽ അധിഷ്ഠിത ജേർണലിസം ഉൾപ്പെടെയുള്ള അത്യാധുനിക മേഖലയിൽ വാർത്താവിതരണം കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യമാണെങ്കിലും വിശ്വാസ്യതയും കൃത്യതയും ഉറപ്പുവരുത്തുവാൻ മാധ്യമപ്രവർത്തകർ ശ്രദ്ധ ചെലുത്തണമെന്ന് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ചെയർമാൻ പ്രവീൺ മോഹൻ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ്, മീഡിയ അക്കാദമി സെക്രട്ടറി ചന്ദ്രദാസൻ വടുതല, COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പൻ, ജോയിന്റ് സെക്രട്ടറി സാജുൻ, സംസ്ഥാന ട്രഷറർ CBPS തുടങ്ങിയവർ സംസാരിച്ചു. ഡിജിറ്റൽ മീഡിയ രംഗത്തെ പ്രശസ്തനായ കൺസൾട്ടന്റായ സുനിൽ പ്രഭാകർ ക്ലാസുകൾ നയിച്ചു. CDNet ന്യൂസ് കായംകുളം. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ മാവേലിക്കരയിൽ LDF നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. മാവേലിക്കര KSRTC ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സംഗമം CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ മാവേലിക്കരയിൽ LDF നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. മാവേലിക്കര KSRTC ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സംഗമം CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത് മാറി ഇന്ന് ഇന്ധന വില വർധനവിനെതിരായി ഹർത്താൽ നടത്താൻ തീരുമാനിച്ചാൽ ദിവസത്തിൽ ഒന്നല്ല, ദിവസത്തിൽ ഒന്നിലധികം തവണ അതിന് ആഹ്വാനം ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നരേന്ദ്രമോദി ഗവൺമെന്റിന് മുമ്പ് 2 UPA ഗവൺമെന്റാണ് ഇന്ധന വില വർധനവ് സംബന്ധമായ അധികാരം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മുമ്പ് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്നാണ് വില വർധനവിന് തീരുമാനിക്കുന്നതെങ്കിൽ ഇപ്പോഴത് കമ്പനികളാണ്. പെട്രോളിയത്തിന്റെ വില നിയന്ത്രണം, അതിന്റെ അവകാശം കമ്പനികൾക്ക് വിട്ടുകൊടുത്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K രാഘവൻ അധ്യക്ഷത വഹിച്ചു. LDF നിയോജകമണ്ഡലം കൺവീനർ ജേക്കബ് ഉമ്മൻ, CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി K മധുസൂദനൻ, R രാജേഷ് MLA, G ഹരിശങ്കർ, മുരളി തഴക്കര, ബിനു K അലക്സ്, പ്രഭ V മറ്റപ്പള്ളി, ബിനോസ് തോമസ് കണ്ണാട്ട്, N രവീന്ദ്രൻ, ചാരുമൂട് സാദത്ത്, G സോഹൻ, ലീല അഭിലാഷ്, G രാജമ്മ, B ബിനു, അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് മാവേലിക്കര. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിനെതിരെ ഓച്ചിറയിൽ LDF ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. LDF കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടറി അംഗം PR വസന്തൻ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനയ്ക്കെതിരെ ഓച്ചിറയിൽ LDF ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. LDF കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR വസന്തൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. 2019 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2ാം തവണ വീണ്ടും അധികാരത്തിൽ വന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ലോകത്തെ മൂലധനത്തിന് ഇന്ത്യ രാജ്യത്ത് കടന്നു വരാൻ ഈ രാജ്യത്തെ നിയമങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും. 29 തൊഴിൽ നിയമങ്ങൾ 4 കോഡുകളാക്കി മാറ്റി 1.5 നൂറ്റാണ്ട് കാലത്തിനപ്പുറം ചിക്കാഗോയിൽ തൊഴിലാളികൾ പോരാടി നേടിയെടുത്ത തൊഴിലാളികളുടെ അവകാശങ്ങൾ തകർക്കാൻ, ഫാക്ടറികൾ ഇഷ്ടം പോലെ അടച്ചുപൂട്ടാനും തൊഴിലാളികളെ പിരിച്ചുവിടാനും വേണ്ടി കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ജുഡീഷ്യറിയിൽ RSSും BJPയും കൈകടത്തുന്നത് ഏതു രൂപത്തിലാണ് എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് 92 ഡിസംബർ മാസം 6-ാം തീയതി 450 വർഷക്കാലം പഴക്കമുള്ള മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്ത് പടുത്തുയർത്തിയ ബാബറി മസ്ജിദ് LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉമാഭാരതി അടക്കമുള്ള BJPയുടെ നേതൃത്വത്തിൽ 10,000-കണക്കിന് സംഘപരിവാറിന്റെ വോളണ്ടിയർമാരെ ഉപയോഗിച്ച് ബാബറി മസ്ജിദ് തകർത്തിട്ട് 28 വർഷക്കാലം പിന്നിട്ടു. S സുദേവൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം S കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു. LDF നേതാക്കളായ R സോമൻപിള്ള, വിജയമലാലി, PB സത്യദേവൻ, PK ബാലചന്ദ്രൻ, അഡ്വക്കേറ്റ് N അനിൽകുമാർ, സുഭാഷ്, അബ്ദുൾ സലാം തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് ഓച്ചിറ. തിരഞ്ഞെടുപ്പ് കാലത്ത് തങ്ങളുടെ ഭരണകാലത്തെ അഴിമതികളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനുള്ള ഗൂഢശ്രമമാണ് LDFും UDFും നടത്തുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ പറഞ്ഞു. UDFിന്റെ കാലത്ത് സോളാർ സരിത കേസും LDF ഭരണകാലത്ത് സ്വപ്ന കള്ളക്കടത്ത് കേസും നടന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാനായാണ് മറ്റു വിഷയങ്ങളിലേക്ക് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഇവർ ശ്രമം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP കായംകുളം നിയോജകമണ്ഡലം നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോർജ് കുര്യൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് തങ്ങളുടെ ഭരണകാലത്തെ അഴിമതികളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനുള്ള ഗൂഢശ്രമമാണ് LDFും UDFും നടത്തുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ പറഞ്ഞു. വിജയയാത്രയുമായിട്ട് കേന്ദ്രം വരികയാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഫെബ്രുവരി മാസം 20-ാം തീയതി
കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന യാത്ര മാർച്ച് മാസം 2-ാം തീയതി ഇവിടെ വരികയാണ്. ശബരിമലയുടെ കാലഘട്ടത്തില് ഏറ്റവും ത്യാഗം സഹിച്ച രാഷ്ട്രീയ നേതാവ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിക്കൊണ്ട് ഇലക്ഷൻ നയിച്ചുകൊണ്ട് യാത്ര നയിച്ചുകൊണ്ട് വരുന്നു. എല്ലാവരെയും അറിയിക്കണം. അതിനുവേണ്ടിയിട്ടുള്ള ആ പ്രചരണ പരിപാടികൾ ബൂത്ത് തലത്തില് നിങ്ങൾ ആസൂത്രണം ചെയ്യണം. എല്ലാ അയ്യപ്പ ഭക്തന്മാരും അവിടെ എത്തണം. ഈ സുരേന്ദ്രനെ കാണാൻ വേണ്ടി അവിടെ എത്തണം. തീർച്ചയായിട്ടും കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രചരണ യാത്രയായിട്ടത് മാറണം. ഒരു മാസ് പരിപാടി, ജനതരംഗമായിട്ടത് മാറണം. UDFന്റെ കാലത്ത് സോളാർ സരിത കേസും LDF ഭരണകാലത്ത് സ്വപ്ന കള്ളക്കടത്ത് കേസും നടന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനാണ് മറ്റു വിഷയങ്ങളിലേക്ക് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. BJP കായംകുളം നിയോജകമണ്ഡലം നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയോജകമണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി M ഗണേഷ്, സംഘടനാ സംസ്ഥാന സെക്രട്ടറി സുരേഷ്, BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ്, ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, BJP ദക്ഷിണ മേഖലാ സെക്രട്ടറിയും കായംകുളത്തിന്റെ പ്രഭാരിയുമായ B കൃഷ്ണകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി D അശ്വിനിദേവ്, പട്ടികജാതി മോർച്ച സംസ്ഥാന സെക്രട്ടറി കൊച്ചുമുറി രമേശ്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പാറയിൽ രാധാകൃഷ്ണൻ, പാലമുറ്റത്ത് വിജയകുമാർ, മഠത്തിൽ ബിജു, മറ്റ് ഭാരവാഹികളായ R രാജേഷ്, J മുരളീധരൻ, PK സജി, KA വെങ്കടേഷ്, ശ്രീകല, ഓമന അനിൽ, ഷീജ തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപക്ഷെ നമ്മള് പഞ്ചായത്തുകളില് മുൻകാലഘട്ടങ്ങളില് മുനിസിപ്പൽ ഏരിയയിൽ വൻപൻ മുന്നേറ്റം നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെച്ചിരുന്നതെങ്കിൽ പഞ്ചായത്തുകളിലെ വോട്ടിംഗ് പെർസെന്റേജ് 3 ഇരട്ടിയോളം അധികം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ റവന്യൂ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റം ഒരേ തരത്തിലാണെന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ച തെരഞ്ഞെടുപ്പാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. രാഷ്ട്രീയ വൈര്യം മറന്നുകൊണ്ട് UDFും LDFും ഒരു സംവിധാനത്തിൽ ഒത്തുചേർന്നുകൊണ്ട് BJPയെ എതിരപ്പെടുന്ന, ഭാരതീയ ജനതാ പാർട്ടിയെ എതിർക്കപ്പെടുന്ന ഒരു സംവിധാനം. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി തദ്ദേശ സേവന സ്ഥാപനങ്ങളുടെ മുന്നിൽ ധർണ്ണ നടത്തുന്നതിന്റെ ഭാഗമായി കായംകുളം ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ചും ധർണ്ണയും നടത്തി. ഇരുമ്പ് ഉൽപ്പന്നങ്ങളുടെ അമിതമായ വിലക്കയറ്റം തടയുക, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ലൈറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നൽകിവന്ന വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയേഴ്സ് യൂണിറ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിൽ ധർണ്ണ നടത്തുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ല വിവിധ സ്ഥലങ്ങളിൽ സമരം നടത്തി. ഇരുമ്പ് ഉൽപ്പന്നങ്ങളുടെ അമിതമായ വിലക്കയറ്റം തടയുക, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ലൈറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നൽകിവന്ന വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭയുടെ മുന്നിൽ പ്രകടനവും തുടർന്ന് ധർണയും നടത്തി. സംഘടന ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി മഹേഷ് സ്വാഗതം പറഞ്ഞു. മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗീവർഗീസ് സാമുവൽ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ജില്ലാ പ്രസിഡന്റ് ശിവൻപിള്ള, ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് കാരാത്ത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പീതാംബരൻ, ജോയിന്റ് സെക്രട്ടറി സജീർ, വിനീതൻ, ട്രഷറർ രഘു എന്നിവർ സംസാരിച്ചു. ഇവിടെ ധാരാളം വർക്ക്ഷോപ്പുകൾ ഉദയം കൊണ്ടിട്ടുണ്ട്. അവർക്ക് യാതൊരു മാനദണ്ഡവുമില്ല. എവിടുന്നെങ്കിലും ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് വാടകയ്ക്കെടുക്കുക, ഏറ്റവും കുറഞ്ഞ റേറ്റുകളിൽ നടന്ന് പണി പിടിക്കുക. 1 മാസം അല്ലെ 2 മാസം അല്ലെ 6 മാസത്തിനകം അതെല്ലാം പൊളിഞ്ഞ് താഴെ വീഴും. മനസ്സിലാവുന്നു. കാരണം ഇവർക്ക് യാതൊരുവിധ പരിജ്ഞാനവും ഇല്ലാത്തവരെ കൊണ്ടാണ് ഈ വർക്കുകളെല്ലാം ചെയ്യിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഇത് നല്ലവണ്ണം പരിജ്ഞാനം കിട്ടിയിട്ടുള്ള സ്കിൽഡ് വർക്കേഴ്സാണ് ഓരോ വെൽഡിംഗ് യൂണിറ്റ് ഉടമകളും. അവരെ കൊണ്ട് മാത്രമേ നമ്മുടെ ആൾക്കാർ വർക്കുകൾ ചെയ്യിക്കാൻ പാടുള്ളൂ. CDNet ന്യൂസ് കായംകുളം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CDNet ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം ഐ ലെൻസ്. പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സുജ എബ്രഹാമിന്റെ സേവനം എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ 5:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ സമയം ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനവും ലഭ്യമാണ്. കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിനാവശ്യമായ കണ്ണടകൾ, രാത്രിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് ബ്രൈറ്റ് ലൈറ്റിൽ നിന്നും രക്ഷ നേടാനുള്ള പവറോട് കൂടിയ നൈറ്റ് ഡ്രൈവ് എക്സലൻസുകളും ലഭ്യമാണ്. കേരളത്തിലെല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. കുറ്റിയിൽ നഴ്സറി, നാഷണൽ ഹൈവേ, ഇടശ്ശേരി ജംഗ്ഷൻ, കായംകുളം.
ലാൻഡ്സ്കേപ്പ് മെറ്റീരിയലുകൾ, ചെടികൾ, ഓർക്കിഡുകൾ, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റുകൾ, ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി വിത്തുകൾ, തൈകൾ, ചെടിച്ചട്ടികൾ, കൃഷി സംബന്ധമായ സാധനങ്ങൾ, ഗാർഡൻ ഫ്ലവറുകൾ, ജൈവവളങ്ങൾ, കുമ്മായം, നീറ്റുകക്ക, ചകിരിച്ചോർ മിതമായ നിരക്കിൽ ഓർഡർ അനുസരിച്ച് ഹോൾസെയിലായും റീറ്റെയിലായും വിപണനം നടത്തുന്നതാണ്. നമ്മുടെ സ്വന്തം ഡിജിറ്റൽ പാർട്ണറായ രവീസിൽ ഗാഡ്ജറ്റ്സുകൾക്കും ആക്സസറീസുകൾക്കും 50% വരെ വിലക്കുറവ്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും വാങ്ങുമ്പോൾ ഉറപ്പായ സമ്മാനങ്ങളും ക്യാഷ് ഡിസ്കൗണ്ടും, ഒപ്പം നറുക്കെടുപ്പിലൂടെ ഹോണ്ട ആക്ടീവ ബമ്പർ സമ്മാനം. എല്ലാ ദിവസവും ഫിനാൻസ് ആൻഡ് എക്സ്ചേഞ്ച് മേള. തവണ വ്യവസ്ഥയിൽ ഫോണുകൾ സ്വന്തമാക്കാം. ഒറിജിനൽ ആക്സസറീസുകളുടെ ഏറ്റവും വലിയ ശേഖരം, അതും 50% വരെ വിലക്കുറവും. ഓപ്പൺ സർവീസ് സെന്റർ രവീസിന്റെ മാത്രം പ്രത്യേകത. ഫോണിന്റെ പൊട്ടിയ കോംബോ ഡിസ്പ്ലേകൾ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ ടച്ച് ഗ്ലാസ് മാറ്റി നൽകുന്നു. കുമാർ പെയിന്റ്സ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉപഭോക്താക്കളുടെയും കായംകുളത്തിന്റെയും മനസ്സ് കവർന്നുകൊണ്ട് ഒരു വർഷം അഭിമാനത്തോടെ പൂർത്തിയാക്കുന്നു. കുമാർ പെയിന്റ്സിൽ ലോകോത്തര നിലവാരമുള്ള എല്ലാ പെയിന്റ്സും ലഭ്യമാണ്. കൂടാതെ കമ്പ്യൂട്ടറൈസ്ഡ് ഇമ്പോർട്ടഡ് മെഷീൻസ് കുമാർ പെയിന്റ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. നമുക്ക് പോയാലോ? പോയേക്കാം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങളാകാൻ ഞങ്ങൾക്ക് കഴിയും. കുമാർ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർ, KPS ജംഗ്ഷൻ, കല്ലുമൂട്, കായംകുളം. ജെമിനി ട്രേഡേഴ്സ് ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് മിതമായ വിലയും മറ്റാരും നൽകാത്ത ഓഫറുകളും, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫറുകൾ, ഉറപ്പായ സമ്മാനങ്ങൾ, മികച്ച കസ്റ്റമർ സർവീസ്, വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഒന്നാമത്. ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്ക് 30 മുതൽ 70% വരെ വിലക്കുറവ്. വിൽപ്പനയും വിൽപ്പനാനന്തര സേവനത്തിലും 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്തത. ജെമിനി ട്രേഡേഴ്സ്, KP റോഡ്, കായംകുളം. ഏതുമാകട്ടെ, ആഘോഷിക്കാം നമുക്ക് പട്ടുറുമാലിനൊപ്പം. പട്ടുറുമാൽ വെഡിംഗ് കളക്ഷൻ, മെയിൻ റോഡ്, കായംകുളം. നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം. സ്വപ്ന സിൽക്സ്, ലിങ്ക് റോഡ്, കായംകുളം. വാർത്തകൾ തുടരുന്നു. കവിയും മാധ്യമപ്രവർത്തകനുമായിരുന്ന കുരത്തിയാടൻ പ്രദീപിന്റെ പേരിൽ ആരംഭിച്ച കുരത്തിയാടൻ ഫൗണ്ടേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടന്നു. കവി വയലാർ ശരചന്ദ്രവർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. കവിയും മാധ്യമപ്രവർത്തകനുമായിരുന്ന കുരത്തിയാടൻ പ്രദീപിന്റെ സ്മരണ നിലനിർത്താൻ ആരംഭിച്ച കുരത്തിയാടൻ ഫൗണ്ടേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി കവി വയലാർ ശരചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര AR സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ VV ജോസ് കല്ലട അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ VA ജോൺസൺ, വർഗീസ് കുർത്തിക്കാട്, വിനോദ് നീലാംബരി, M സംഗ്, EMS വിനോദ്, സലാം പനച്ചുമൂട്, P പ്രകാശ്, ദീപു കുർത്തിക്കാട്, ഹരിദാസ് പല്ലാരിമംഗലം, ഗോപകുമാർ മുതുകുളം, അച്യുതൻ ചാങ്കൂർ, ജിജി ഹസൻ, വിജിലൻസ് SP ദേവമനോഹർ എന്നിവർ സംസാരിച്ചു. സന്ധ്യാസന്നിധി സ്വാഗതവും G നിശികാന്ത് നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി KN യശോധരൻ രക്ഷാധികാരി, അഡ്വക്കേറ്റ് ശ്രീപ്രിയ പ്രസിഡന്റ്, സുമോദ് പരിമല വൈസ് പ്രസിഡന്റ്, G നിശികാന്ത് സെക്രട്ടറി, സന്ധ്യാസന്നിധി ജോയിന്റ് സെക്രട്ടറി, രാജീവ് പുരുഷോത്തമൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര. വീട്ടുവളപ്പിനെ വനമാക്കി മാറ്റി ഈ വർഷത്തെ വനമിത്ര അവാർഡ് നേടിയ കണ്ടലൂർ വടക്ക് പ്രണവത്തിൽ KG രമേശിനെ ഓണട്ടുകര കാർഷിക സാംസ്കാരിക സമിതിയുടെ ഭാരവാഹികൾ ആദരിച്ചു. സമിതി മുഖ്യ രക്ഷാധികാരി വേലഞ്ചിറ സുകുമാരൻ രമേശിന് മൊമെന്റ് നൽകി. വീട്ടുവളപ്പിനെ മനോഹരമായ വനമാക്കി മാറ്റി ഈ വർഷത്തെ വനമിത്ര അവാർഡ് നേടിയ കണ്ടല്ലൂർ വടക്ക് പ്രണവത്തിൽ KG രമേശിനെ ഓണാട്ടുകര കാർഷിക സാംസ്കാരിക സമിതിയുടെ ഭാരവാഹികൾ വീട്ടിലെത്തി ആദരിച്ചു. വീട്ടുവളപ്പിലെ 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 1500ഓളം വരുന്ന സസ്യസമ്പത്തിന്റെ ജൈവ കലവറ ഇദ്ദേഹം ഒരുക്കിയിരിക്കുന്നത് നാടിന് മാതൃകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അപ്പം കേരള സർക്കാരിന്റെ വനസംരക്ഷണം, പ്രകൃതി സംരക്ഷണം, അതുകൊണ്ട് തന്നെ ജൈവ സംരക്ഷണം, തീരദേശ പരിപാലനം തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുള്ള ഒരു അവാർഡാണ് വനം വകുപ്പിൻ്റെ അവാർഡെന്ന് പറയുന്നത്. കാരണം പ്രകൃതിയെ സ്നേഹിക്കുന്നവരും വളരെ അപൂർവമാണ്. കർഷകൻ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രകൃതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്
നമ്മുടെ കാലാവസ്ഥയ്ക്ക് പോലും അനുസൃതമായിട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റത്തേയുള്ളൂ. സമിതി പ്രസിഡന്റ് വാലുകുന്നത്ത് സുരേഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സമിതി മുഖ്യ രക്ഷാധികാരി വേലഞ്ചിറ സുകുമാരൻ രമേശിനെ പൊന്നാട അണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചു. സമിതി ജനറൽ സെക്രട്ടറി നാലുകണ്ടത്തിൽ കൃഷ്ണകുമാർ മുഖ്യ പ്രസംഗം നടത്തി. അഖിൽ, കാർത്തിക്, ടി.ആർ. വത്സല, ചവറ വിനോദ്, മായ വാസുദേവൻ, ആർ. സുന്ദരേശൻ, അഖിൽദേവ് കരുനാഗപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. പലതരത്തിലുള്ള സസ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അത് കിളിപ്പിച്ച് നട്ട് കുട്ടികളെ പരിപാലിക്കുന്ന പോലെയാണ് കൊണ്ടു. ഭയങ്കര എഫർട്ടാണിത്, നമ്മൾ കാണുന്ന പോലല്ല. ഇവിടെ തന്നെ വേണ്ട 3000-ഓളം ചെടികൾ, വിവിധ ഇനം ചെടികൾ ഇന്ത്യയിലുള്ളതും വെളിയിലുള്ളതും ഒക്കെ ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ബോട്ടണി പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ ആയുർവേദവുമായി ബന്ധപ്പെടുന്നവർക്ക് ഈ വനമേഖല ഭയങ്കര അനുഗ്രഹമാണ്. ഇങ്ങനെ മനസ്സ് വന്നതിൽ ഇങ്ങനെയൊക്കെ വളർത്തിയെടുക്കാൻ വലിയ ലാഭം ഉണ്ടാക്കുന്ന കൃഷിയല്ല അദ്ദേഹം നോക്കിയത്. പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കണ്ടല്ലൂർ തെക്കുകരയുടെ ഉത്സവം നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കണ്ടല്ലൂർ തെക്കുകരയുടെ ഉത്സവം നടന്നു. കാരാവള്ളി ക്ഷേത്രത്തിൽ നിന്നും ഉരുളിച്ച ആരംഭിച്ചു. കാഴ്ച, ശ്രീബലി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ശേഷം ഓട്ടൻതുള്ളൽ, വേലകളി, സേവ, ചെണ്ടമേളം, മുഴുക്കാപ്പോടുകൂടിയുള്ള ദീപാരാധന, കൂട്ടം കൊട്ട് എന്നിവയും നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. CD ന്യൂസ്, പുല്ലുകുളങ്ങര. ആലപ്പുഴ ജില്ലയിൽ 338 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾ വിദേശത്തു നിന്നും എത്തിയതാണ്. 334 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 3 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 279 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 67,397 പേർ രോഗമുക്തരായി. 4,498 പേർ ചികിത്സയിലുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി 12,253 പേർ ജില്ലയിൽ ക്വാറന്റൈനിലാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 204 പേർ വൈറസ് ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. CFLTസുകൾ ചികിത്സയിലുള്ളത് 766 പേരാണ്. വീടുകളിൽ 2,787 പേർ ഐസൊലേഷനിൽ കഴിയുന്നു. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ 12,253 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവർ 204 വൈറസ് ബാധിച്ച് CFLTസുകളിൽ 766 പേർ ചികിത്സയിലുണ്ട്. 2,787 പേർ വീടുകളിൽ ഐസൊലേഷനിൽ കഴിയുകയാണ്. ആശുപത്രി നിരീക്ഷണത്തിൽ പുതിയതായി 98 പേരെ പ്രവേശിപ്പിച്ചു. 279 പേർ രോഗമുക്തരായി. ക്വാറന്റൈനിൽ നിന്നും 868 പേരെ ഒഴിവാക്കിയപ്പോൾ പുതിയതായി 1,366 പേരെ പ്രവേശിപ്പിച്ചു. 4,379 സാമ്പിളുകൾ പുതിയതായി ജില്ലയിൽ നിന്നും പരിശോധനയ്ക്ക് അയച്ചു. CD ന്യൂസ്, കായംകുളം. മുറ്റത്തെ കുടിവെള്ള കിണറ്റിൽ തിരയിളക്കം കണ്ടതോടെ വീട്ടുകാർ പരിഭ്രാന്തിയിൽ. താമരക്കുളം മേക്കുമുറി തേവലശ്ശേരിയിൽ ഇല്ലത്ത് ഗിരീഷ് നമ്പൂതിരിയുടെ വീട്ടുമുറ്റത്തുള്ള കിണറ്റിലാണ് ഈ അത്ഭുത പ്രതിഭാസം കണ്ടത്. മുറ്റത്തെ കുടിവെള്ള കിണറ്റിൽ തിരയിളക്കം കണ്ടത് വീട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി. താമരക്കുളം മേക്കുമുറി തേവലശ്ശേരിയിൽ ഇല്ലത്ത് ഗിരീഷ് നമ്പൂതിരിയുടെ വീട്ടുമുറ്റത്തുള്ള കിണറ്റിലാണ് അത്ഭുത പ്രതിഭാസം കണ്ടത്. 45 വർഷത്തോളം പഴക്കമുള്ള കിണറ്റിൽ ആദ്യം 21 തൊടികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വെള്ളം കിട്ടാതെ വന്നതോടെ പിന്നീട് 82 റിങ്ങുകളും ഇറക്കിയിരുന്നു. ഇതിനാൽ കിണറിന് വളരെ ആഴമുണ്ട്. സാധാരണയായി എല്ലാ വർഷവും ഈ സമയം കിണറ്റിൽ വെള്ളം വറ്റേണ്ടതാണ്. എന്നാൽ ഈ വർഷം ഇതുവരെയും കിണർ വറ്റിയിട്ടില്ല. 2 ആഴ്ച മുമ്പ് വരെയും കിണറ്റിലെ വെള്ളം വീട്ടാവശ്യത്തിന് വീട്ടുകാർ ഉപയോഗിച്ചിരുന്നു. പിന്നീടാണ് കിണറിൽ തിരയിളക്കം കണ്ടത്. ഒരു ഭാഗത്തുകൂടി വെള്ളം ശക്തമായി ഒഴുകിയിറങ്ങുന്നതും കാണാൻ കഴിയും. തിരയിളക്കത്തിനൊപ്പം ചിലപ്പോൾ ഉച്ചത്തിൽ ശബ്ദം കേൾക്കുമെന്നും നമ്പൂതിരിയുടെ ഭാര്യ ഗായത്രി ശർമ്മ പറഞ്ഞു. ഭയങ്കരമായിട്ട് ഉറവ് വരികയും ഭയങ്കര ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യണം. മണ്ണിടിച്ചിലും നല്ല രീതിയിൽ മണ്ണിടിഞ്ഞ് കിണറിന്റെ മോട്ടറിന്റെ പുറത്തെല്ലാം വീണിരിക്കുകയാണ്. ചേറ് വെള്ളവും മണ്ണും കൂടാണ് ഇത് വരുന്നത് കോരിയപ്പോൾ. അപ്പം ഭയങ്കര ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. ഭയങ്കര തിരയിളക്കവുമാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പം ആകെ ഭയപ്പെട്ടിരിക്കുകയാണ്. കിണറ്റിലെ വെള്ളം ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. ചെളി നിറഞ്ഞ കലക്കവെള്ളമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിനാൽ വെള്ളം വാങ്ങിയാണ് വീട്ടിൽ ഉപയോഗം നടത്തുന്നത്. കിണറ്റിലെ അത്ഭുത പ്രതിഭാസത്തെ പറ്റി വീട്ടുകാർ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് വരെ ഇഷ്ടംപോലെ വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കിണറാണിത്. മുൻ വർഷങ്ങളിൽ ജനുവരി മാസം ഫെബ്രുവരി മാസം ആകുന്ന സമയത്ത് ഇവിടെ വെള്ളത്തിന് രൂക്ഷമായ ജലക്ഷാമം ഉള്ള ഒരു പ്രദേശം കൂടെ ആയിരുന്നു ഇത്. കുറച്ച് ദിവസങ്ങളായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഭയങ്കര സൗണ്ടും കിണറ്റിനുള്ളിൽ ഓളം തല്ലുന്ന ഇതും കാണാൻ കഴിയും. CD ന്യൂസ്, ചാരുമൂട്. പ്രധാന വാർത്തകൾ വീണ്ടും. ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവം 18-ന് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തും. നിയന്ത്രണങ്ങൾ പാലിച്ച് ലളിതമായ ചടങ്ങുകൾ മാത്രം.
ഉപയോഗപ്പെടുത്തി ദ്രുതഗതിയിൽ വാർത്താ വിതരണം നടത്തേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്ന് മാധ്യമ നിരീക്ഷകനും മുൻ എംപിയുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. വിശ്വാസ്യത, കൃത്യത എന്നിവ ഉറപ്പുവരുത്തുവാൻ മാധ്യമപ്രവർത്തകർ ജാഗ്രത പുലർത്തണമെന്നും അഭിപ്രായം. അഴിമതികളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനുള്ള ഗൂഢശ്രമമാണ് LDF-ഉം UDF-ഉം നടത്തുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ. സരിത കേസും സ്വപ്ന കള്ളക്കടത്ത് കേസും മറച്ചുവെക്കാനുള്ള പരിശ്രമത്തിലാണ് ഇരുമുന്നണികളെന്നും ജോർജ് കുര്യൻ. ജില്ലയിൽ 338 പേർക്ക് കോവിഡ്, 334 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം, 12,253 പേർ ക്വാറന്റൈൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.